നീതി ലഭിക്കുന്നതിനായി 78 വയസ്സായ ബധിരനും മൂകനുമായ നീലൂർ പൂവേലിൽ ചാക്കോയും ഭാര്യ ഡെയ്സിയും മൂന്നാം തവണയും പാലാ താലൂക്ക് ഓഫീസ് പടിക്കൽ പ്രതിഷേധ സമരം നടത്തി. സമരത്തെപ്പറ്റി അറിഞ്ഞ മാണി സി കാപ്പൻ MLA താലൂക്ക് ഓഫീസ് പടിക്കലെത്തി കാര്യങ്ങൾ അന്വേഷിച്ചറിഞ്ഞു. മീനച്ചിൽ RDO KM ജോസുകുട്ടി, തഹസിൽദാർ ലിറ്റിമോൾ തോമസ് എന്നിവരെ സംഭവസ്ഥലത്തേക്ക് വിളിച്ചുവരുത്തുകയും പ്രശ്നം പരിഹരിക്കണമെന്ന് നിർദ്ദേശം നൽകുകയും ചെയ്തു. തുടർന്ന് 17-ാം തീയതിക്ക് മുമ്പായി ഇവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതാണെന്ന് ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകി. സർക്കാർ പറഞ്ഞ മുദ്രപത്ര ഫീസും രജിസ്ട്രേഷൻ ഫീസും ആധാരമെഴുത്ത് ഫീസും നൽകി രാമപുരം രജിസ്ട്രാർ ഓഫീസ് മുഖേന ചാക്കോയുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത് വാങ്ങി കരം കെട്ടിയിരുന്നു. ജില്ലാ കളക്ടറുടെയും ഹൈക്കോടതിയുടെയും അനുകൂലമായ ഉത്തരവുകൾ ലഭിച്ചിട്ടും ഇത് നടപ്പാക്കാത്ത ഉദ്യോഗസ്ഥ നടപടികൾക്കെതിരെ 19/8/25 താലൂക്ക് ഓഫീസിന് മുൻപിൽ രണ്ടാം ഘട്ട സമരം നടത്തിയതിനെ തുടർന്ന് സ്ഥലം അളന്നുതിരിച്ച് പോക്കുവരവ് ചെയ്തു നൽകുമെന്ന തഹസിൽദാരുടെ വാക്ക് വിശ്വസിച്ച് സമരം അവസാനിപ്പിച്ചിരുന്നു. ഒരാഴ്ച കഴിഞ്ഞ് ചാക്കോയുടെ പേരിൽ പോക്കുവരവ് ചെയ്തു നൽകി കുടിശ്ശിക കൂട്ടി 15,822 രൂപ കരവും വാങ്ങിച്ചു. എന്നാൽ പിന്നീട് സ്ഥലം അളന്നു തിരിച്ചു നൽകിയില്ല. ഇതിനെതിരെയാണ് ചാക്കോയും ഭാര്യ ഡെയ്സിയും പാലാ പൗരാവകാശ സമിതി പ്രസിഡന്റ് ജോയി കളരിക്കലിന്റെ നേതൃത്വത്തിൽ പാലാ താലൂക്ക് ഓഫീസ് പടിക്കൽ മൂന്നാം ഘട്ട സമരത്തിനെത്തിയത്. സമരത്തെപ്പറ്റി അറിഞ്ഞ മാണി സി കാപ്പൻ MLA താലൂക്ക് ഓഫീസ് പടിക്കലെത്തുകയും ദമ്പതികളോട് കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്തു. 17-ാം തീയതി ഹിയറിങ്ങിന് വെച്ചിട്ടുണ്ട്. ഇന്നിപ്പം എത്ര തീയതി? 13ആയില്ലേ, 4 ദിവസമേ ഉള്ളൂ. ഹിയറിങ് കഴിഞ്ഞാൽ ഉടനെ സർവേറെ കൊണ്ട് അളപ്പിച്ച് നിങ്ങൾ ഭൂമി നിങ്ങളുടേതാക്കി മാറ്റി തരും. ഇനി സമരം ഒരിക്കേണ്ട കാര്യമില്ല. സാറേ, ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഞങ്ങൾക്ക് ഹിയറിങ്ങിന് ഒന്നും പറയാനില്ല, ഒരു രേഖയും കൊടുക്കാൻ. നിങ്ങൾ ഹിയറിങ്ങിന് പറയണ്ട. നോട്ടീസ് തന്ന് ഞങ്ങൾ എതിർകക്ഷികളെ വിളിച്ചിരിക്കുന്നത്. എതിർകക്ഷികൾക്ക് പറയാനുള്ള കേൾക്കണ്ടേ? നിയമമനുസരിച്ച് ഹൈക്കോടതിയിൽ ഓർഡറുണ്ട്. എതിർകക്ഷികൾക്ക് പറയാനുള്ളത് കേട്ടിട്ട് വസ്തു അളപ്പിച്ച് മാറ്റി തരും. പോരെ? എതിർകക്ഷികൾ വന്നില്ലെങ്കിൽ ഇതിനു മുമ്പ് പല പ്രാവശ്യം നോട്ടീസ് വിട്ടിട്ട് അവർ ഹാജരാക്കിയിട്ടില്ല, അവർ സഹകരിച്ചിട്ടില്ല. സാറേ, വന്നില്ലെങ്കിൽ നേരിട്ട് വരും. ഇത് ഇതിനു മുമ്പെല്ലാം ഒരുപാട് 16 പ്രാവശ്യമെങ്കിലും അവിടെ അളക്കാൻ വന്നിട്ടുണ്ട്. അപ്പോഴൊന്നും അവർ വന്നിട്ടില്ല, സഹകരിച്ചിട്ടില്ല. അവർ വന്നാലും വന്നില്ലെങ്കിലും 17-ാം തീയതി വരെ വെയിറ്റ് ചെയ്യണം. നോട്ടീസ് കൊടുത്തല്ലോ. 17-ാം തീയതി അവർ വന്നിട്ടില്ലെങ്കിൽ ഇവർ നേരിട്ട് സ്ഥലത്ത് വരികയും അളപ്പിച്ച് മാറ്റിത്തരും. ശരിയല്ലേ RDO? തുടർന്ന് MLA മീനച്ചിൽ RDO KM ജോസുകുട്ടി, തഹസിൽദാർ ലിറ്റിമോൾ തോമസ് എന്നിവരെ സംഭവസ്ഥലത്ത് വിളിപ്പിച്ച് പ്രശ്നം പരിഹരിക്കണമെന്ന നിർദ്ദേശം നൽകുകയും ചെയ്തു. തുടർന്ന് 17-ന് മുമ്പായി ഇവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതാണെന്ന് ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകി. i4A ന്യൂസ്, പാലാ.